ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഉച്ചിയിൽ നോക്കി ഈ ഒരു അക്ഷരം ഉരുവിട്ടാൽ പിച്ചക്കാരനെയും രാജാവാക്കും ശിവഭഗവാൻ. ഉച്ചിയിൽ നോക്കി എങ്ങനെയാണ് അക്ഷരം ഉരുവിടുന്നത് ആ വിദ്യ പറഞ്ഞുതരാം. അതൊരു രഹസ്യവിദ്യയാണ്. ഇത് ആർക്കും ചെയ്യാം. ചെയ്യേണ്ട ഒരു സമയമുണ്ട്. പിച്ചക്കാരനെയും എന്ന് വെച്ചാൽ എത്ര ദരിദ്രനെയും അതാണ് ഉദ്ദേശിക്കുന്നത്. ഭഗവാൻ കോടീശ്വരനാക്കും, അല്ലെ സമ്പന്നനാക്കും, അല്ലെ രാജാവാക്കും. ഈ പറയുന്ന കാര്യം ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്പെട്ട കാര്യമാണ്. വീട്, ഭൂമി, സ്വത്ത് ഇതൊക്കെ ഉണ്ടായവരുണ്ട്. നിങ്ങൾക്ക് ഏതൊരാൾക്കും ചെയ്യാൻ നല്ല കാര്യമാണ്. നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്താൽ ഏതാഗ്രഹവും സാധിച്ചെടുക്കാൻ പറ്റും. ₹1 ചിലവില്ലാതെ ചെയ്യാം. ഒരു 1 രൂപി കോയിൻ പോലും ചിലവാക്കാതെ എവിടെ ഇരുന്ന് ആർക്കും ചെയ്യാം. ഒരു അത്ഭുതകരമായ വിദ്യയാണ്, ശിവവിദ്യയാണ്. അപ്പോൾ ഇത് ആരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ എൻ്റെ കൈകൾ ശുദ്ധമായിരിക്കും. കാരണം ഞാൻ എൻ്റെ കൈകൾ ഉദ്ദേശിക്കുന്ന പ്രവൃത്തി എനിക്കുള്ളതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടാണ് പോകുന്നത്. എൻ്റെ ഉള്ളിൽ ആ ഈശ്വരബോധം മാത്രമേ ഉള്ളൂ. ഞാനൊരു വ്യക്തിയോടും എപ്പോഴും എന്നെ കാണാൻ പാ, അല്ലെങ്കിൽ നിസ്സാരമായ വഴിപാടുകളെ പറയത്തുള്ളൂ. അല്ലാതെ എപ്പോഴും എന്നെ കാണാൻ പാ, അല്ലെ വലിയ വലിയ കാര്യങ്ങൾ, വലിയ തുക മുടക്കിയുള്ള കാര്യങ്ങളൊന്നും പറയാറില്ല. ക്ഷേത്രത്തിൽ പോയി 10, 15, 20 മുടക്കി ചെയ്യാവുന്ന കാര്യങ്ങളെ പറയത്തുള്ളൂ. വഴിപാട് അത് ആവശ്യമുള്ളവർ ചെയ്യുക. പിന്നെ നോക്കുന്നതിനൊരു നിശ്ചിത ഫീസ് പറയും. അത് ഏറ്റവും തുച്ഛമായൊരു ഇതേ പറയത്തുള്ളൂ. അത് ഹസ്തരേഖ, ഗ്രഹനില, കൈരേഖ 3 വിശകലനം ചെയ്യുന്നതിന് ഏറ്റവും തുച്ഛമായ ഒരു എന്ന് വെച്ചാൽ അത് വിശകലനം ചെയ്യുന്നതനുസരിച്ച് ഏറ്റവും തുച്ഛമായ ഒരു ഇതേ പറയത്തുള്ളൂ. പിന്നെ നിങ്ങളത് ജീവിതം മുഴുവനുള്ള കാര്യമാണ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ എന്നെ കാണാൻ വരുമോ ഒന്നും അതിൻ്റെ ആവശ്യമില്ല. സ്വയം രക്ഷപ്പെടാനുള്ള എല്ലാ വിദ്യകളും എനിക്കറിയാം. നല്ല പ്രാർത്ഥനകളും ഇതുപോലെ നല്ല ലളിതമായ വഴിപാടുകളും എല്ലാം പറഞ്ഞു കൊടുക്കും. അല്ലാതെ എപ്പോഴും എന്നെ കാണാൻ ഒന്നുമില്ല. ഞാൻ സത്യത്തിന് നിരക്കുന്ന കാര്യമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഇതിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എല്ലാം നല്ല കാര്യങ്ങളാണ്. അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് ആഗ്രഹവും സാധിച്ചെടുക്കാം. ഞാനീ പറയുന്ന ഒരു സമയത്ത് വേണം ഇത് ചെയ്യാൻ. ഈ ചെയ്യുന്ന രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഞാൻ പറഞ്ഞു തരും, അതുപോലെ ചെയ്യണം. ശരിയായിട്ട് ചെയ്താൽ അത് ഫലമുണ്ടാകും. ഭഗവാനെ വിശ്വസിച്ച് ചെയ്യണം. പിന്നെ ഇത് ചെയ്ത് നിങ്ങൾക്ക് ഗുണമുണ്ടാകുമ്പോൾ ഭഗവാന് ഏതെങ്കിലും ശനിയാഴ്ച ഒരു പാൽപ്പായസം, പാർവതിക്ക് ഒരു പിൻവിളക്ക്, അത് നിങ്ങളുടെ ഒരു സന്തോഷം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന നല്ലതാണ്. നമുക്കൊരു അനുഗ്രഹം ഉണ്ടായി കഴിയുമ്പം നമ്മൾ ആ ദേവതയുടെ ഒരു നന്ദി പ്രകടിപ്പിക്കണം. അതോ എങ്കിലേ നമ്മൾ മനുഷ്യനാകത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേ ഈ വിദ്യ ചെയ്ത് ഏത് കാര്യവും നേടിയെടുക്കുക എന്നുള്ളതാണ്. വിശ്വാസത്തോടെ ചെയ്താൽ ഭഗവാനെ വിശ്വസിക്കണം. വിശ്വാസമില്ലാതെ ചെയ്താൽ ഒരു കാര്യമില്ല, വെറുതെ സമയം കളയാന്നുള്ളൂ. വിശ്വാസത്തോടെ ചെയ്തവർ പല കാര്യങ്ങളും ജീവിതത്തിൽ നേടിയെടുത്തിട്ടുണ്ട്. ഒരുപാട് ഉയർച്ചകൾ, ഐശ്വര്യങ്ങൾ, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാനതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില ചെയ്യാൻ ആവശ്യമുള്ളൊരു വാട്സപ്പ് ഇടുക. എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഒരുപാട് മെസ്സേജുകളാകും. പറ്റുന്നവർക്ക് ഫ്രീ ആകുമ്പോൾ റിപ്ലൈ ചെയ്യും. എങ്ങനെ ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ. അത് ക്ഷേത്രത്തിൽ ചെയ്യേണ്ട ലളിതമായ വഴിപാടുകൾ, വീട്ടിൽ ചെയ്യാവുന്ന പ്രാർത്ഥനകൾ, അതൊക്കെ ആവശ്യമുള്ളവർ ചെയ്യുക. പിന്നെ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു രീതിയുണ്ട്, അവിടെ കൊടുക്കേണ്ട ഒരു വിശ്വാസമുണ്ട്. പിന്നെ നമ്മുടെ പ്രയത്നവും കൂടെ അതിൻ്റെ കൂടെ വേണം. പിന്നെ ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. ഒരു തവണ ചെയ്തുകൊണ്ട് ഒരു ഫലം ഉണ്ടാകാൻ പോകുന്നില്ല. ചിലർക്ക് ഫലം ഉണ്ടാകാം, ചിലർക്ക് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. ഇത്ര മനസ്സിലാക്കിയിട്ട് ആവശ്യമുണ്ടോ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. ആവശ്യമുള്ളവർ ചെയ്യുക. ഇതാണ് ഞാൻ ചെയ്യുന്ന രീതി. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. എല്ലാം നല്ല കാര്യങ്ങളാണ് പറയുന്നത്. ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യേണ്ട. ഇത്രയേ ഉള്ളൂ. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ നല്ല അനുഭവങ്ങൾ ഉണ്ടാവും. മോശം കാര്യങ്ങളുടെ പുറകെ പോയാൽ അതിൻ്റെ അനുഭവം ഉണ്ടാവും. അപ്പോൾ അവനവനാണ് തിരഞ്ഞെടുക്കേണ്ടത്. നല്ലത് ചെയ്യണോ, മോശം കാര്യങ്ങൾ ചെയ്യണോ എന്ന്. നല്ലതിനെ ഫോളോ ചെയ്ത് എപ്പോഴും നന്മ ഉണ്ടാകും. നമ്മളെല്ലാം നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എത്ര ലക്ഷം കൊടുത്താലും നിങ്ങൾക്ക് കിട്ടാത്ത കാര്യം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ മുഴുവൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. എത്ര ലക്ഷം കൊടുത്താലും നിങ്ങൾക്ക് കിട്ടാത്ത കാര്യം. നിങ്ങൾക്ക് വീട്, ഭൂമി എന്ത് വാങ്ങാനോ വിൽക്കാനോ എല്ലാം ഉള്ള വിദ്യകൾ പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ മുഴുവൻ ഞാൻ സത്യമായിട്ടാണ് പറയുന്നത്. ഞാനീ താഴെ പറയാൻ പോകുന്ന വിദ്യകൾ ആദ്യം ഒരു ശിവവിദ്യ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പറയാൻ പോകുന്ന വിദ്യകൾ ചെയ്ത് ജീവിതത്തിലെല്ലാം വീട് വിൽക്കാനും വാങ്ങാനും എന്തും സാധിച്ചെടുത്ത ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. ജീവിതത്തിൽ ഒരുപാട് നേടിയവരുണ്ട്. നിങ്ങൾ ആവശ്യമുണ്ടായി കാണുക, ചെയ്യുക. ചെയ്യുവാണ് വിശ്വാസത്തോടെ നല്ല രീതിയിൽ ചെയ്യണം, ആത്മാർത്ഥമായിട്ട്. അല്ലേ ചെയ്യാൻ പോകരുത്. അതാണ് എൻ്റെ ഒരു ലൈൻ. ആ ഒരു രീതി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.
അല്ല ചുമ്മാ പകുതി സംശയത്തോടു കൂടി ഒന്നും ചെയ്യാൻ പോകരുത്. എല്ലാം ലളിതമായ കാര്യമാണ്. വീഡിയോ മുഴുവൻ കേൾക്കുക. ഇത് നിങ്ങൾക്ക് ലക്ഷങ്ങളെക്കാട്ടും വിലയുണ്ട് ഈ വീഡിയോയിലെ കാര്യത്തിന്. കാരണം നിങ്ങൾക്ക് അതുപോലെ വീട് വിൽക്കാനോ വാങ്ങാനോ വലിയ കാര്യങ്ങൾ നടത്താവുന്ന കാര്യങ്ങളാണ് ഈ ശിവവിദ്യ പറഞ്ഞു കഴിഞ്ഞാൽ താഴോട്ട് പറയുന്നത്. അപ്പോൾ അത് കേട്ടോണം ആവശ്യമുള്ളവർ. ആദ്യം ശിവവിദ്യ പറഞ്ഞുതരാം. എന്താഗ്രഹം സാധിച്ചു വരുന്ന ഭഗവാന്റെ ഒരു വിദ്യയാണ്. രാവിലെ 5:30-ക്കും 6 മണിക്കും ഇടയ്ക്ക് എഴുന്നേൽക്കണം. ആവശ്യമുള്ളവർ എഴുന്നേൽക്കണം. കയ്യും കാലും മുഖവും കഴുകുക. നിങ്ങൾ കസേരയിലോ പുൽപ്പായിലോ എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം. നിങ്ങൾ വടക്കോട്ട് തിരിഞ്ഞിരിക്കുക. വടക്കോട്ട് തിരിഞ്ഞിരുന്ന് നിങ്ങളുടെ ഉച്ചിയിൽ ഒരു ശിവലിംഗം ധ്യാനിക്കുക. ശിവലിംഗം ധ്യാനിച്ച് നിങ്ങൾ ഈ പറയുന്ന മന്ത്രം കണ്ണ് തുറന്ന് വാഗൊണ്ട് ശ്രദ്ധ വിടാതിരിക്കണം ഉച്ചിയുടെ മധ്യത്തിൽ. അപ്പോൾ ഇവിടെ സങ്കല്പിച്ചാൽ മതി. എന്നിട്ട് കണ്ണ് തുറന്ന് വാഗൊണ്ട് ജപിക്കണം. നമശിവായ ശ്രീം ശ്രീം ശ്രീം. ഈ നമശിവായ കഴിഞ്ഞ് ശ്രീം ശ്രീം ശ്രീം, ഈ 3 ശ്രീം ഇതാണ് രഹസ്യ അക്ഷരം. നമശിവായ കഴിഞ്ഞ് ഈ ശ്രീം 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 ജപിച്ചാൽ ഉള്ള മുഴുവൻ സമ്പത്ത് കഴിഞ്ഞ് പോരും. നമശിവായ കഴിഞ്ഞ് ജപിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. അതാണ് അതിൻ്റെ അകത്തെ പ്രധാന കാര്യം. 5:30-ക്കും 6 മണിക്കും ഇടയ്ക്ക് ആ സമയത്തിന് പ്രത്യേകതയുണ്ട്. ആ സമയത്ത് പ്രപഞ്ചത്തിലൊരു പ്രപഞ്ചബോധമുണ്ട്. ആ ബോധമാണ് ഋഷീശ്വരന്മാരും മഹർഷിമാരും ജീവിതത്തിൽ എന്ത് നേടേണ്ടവർ അവരെല്ലാം പ്രയോജനപ്പെടുത്തുന്നത് ഈ ഒരു വെളുപ്പാങ്കാലത്തെ ആ ഒരു പ്രപഞ്ചബോധം, അന്തരീക്ഷത്തിലുള്ള ആ ഒരു ബോധമാണ്. അത് നിങ്ങളിലേക്ക് ആ ബോധം പ്രവർത്തിക്കാൻ തുടങ്ങും. ആ സമയത്ത് ഉച്ചിയിൽ ഒരു ശിവലിംഗം ധ്യാനിച്ച് കണ്ണ് തുറന്ന് വാഗൊണ്ട് ജപിക്കുക. നമശിവായ ശ്രീം ശ്രീം ശ്രീം. മനസ്സിവിടെ ആയിരിക്കണം. ഉച്ചിയിൽ ശിവലിംഗം സങ്കല്പിച്ച് എന്നിട്ട് കണ്ണടച്ച് നിങ്ങൾ ഈ ഉച്ചിയിൽ ഒരു ചുവന്ന പ്രകാശം സങ്കല്പിച്ച് വെറുതെ ഇരിക്കുക. 1 മിനിറ്റോ 1/2 മിനിറ്റോ വല്ലോ. ജപിക്കുന്ന ഒരു തവണ ജപിച്ചാൽ മതി. ഇരിക്കുന്ന 1 മിനിറ്റെങ്കിലും ഇരിക്കുക. അതിൽ കൂടുതൽ ഇരിക്കണ്ട. ഇത് നിത്യേന രാവിലെ ചെയ്യുക. അപ്പോൾ ഈ നമശിവായ ശ്രീം 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 ജപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഹൃദയത്തിൽ ഒരു ശിവലിംഗം സങ്കല്പിച്ച് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് പറയണം. എന്നിട്ട് വേണം ഈ വിദ്യ ചെയ്യാൻ. മനസ്സിലായോ? ഈ വിദ്യ നിത്യേന രാവിലെ മാത്രം ചെയ്യുക, വൈകിട്ട് ചെയ്യണ്ട. പറഞ്ഞാൽ മനസ്സിലായല്ലോ. അതാ പറഞ്ഞത്. എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലല്ല. രാവിലെ മാത്രം ചെയ്യുക. 5:30-ക്കും 6 മണിക്കും ഇടയ്ക്ക് മാത്രം ചെയ്യുക. 5:30-ക്കും 6 മണിക്കും ഇടയ്ക്ക് എപ്പം വേണേലും രാവിലെ ചെയ്യുക. വടക്കോട്ട് തിരിഞ്ഞിരിക്കണം. നിങ്ങൾ പുൽപ്പായിലോ കസേരയിലോ എങ്ങനെ വേണേലും ഇരിക്കാം. കൈയും കാലും മുഖവും കഴുകുക, അല്ലെ കുളിക്കുക. ഈ ആദ്യം ഹൃദയത്തിൽ സങ്കല്പിച്ച് നിങ്ങളുടെ സങ്കടം പറയുക ഭഗവാനോട്. ശിവലിംഗം ഹൃദയത്തിൽ സങ്കല്പിച്ച് എന്നിട്ട് ഉച്ചിയിൽ ശിവലിംഗം സങ്കല്പിച്ച് ഈ മന്ത്രം വാഗൊണ്ട് 3 തവണ നമശിവായ ശ്രീം 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 ജപിച്ച ശേഷം പിന്നെ ഇവിടെ ഒരു ചുവന്ന പ്രകാശം സങ്കല്പിച്ച് കണ്ണടച്ച് ഈ പ്രകാശത്തെ സങ്കല്പിച്ച് ഒന്നും ചിന്തിക്കാതിരിക്കുക. പിന്നെ ഈ ചുവന്ന പ്രകാശവും ഇല്ല, ഒന്നുമില്ലാതെ ഇവിടെ വെറുതെ മനസ്സുകൊണ്ട് സങ്കല്പിക്കുക. പിന്നെ വിരലൊന്നും വെക്കണ്ട, വെറുതെ സങ്കല്പിച്ചാൽ മതി. ചുവന്ന പ്രകാശവും വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ 1 മിനിറ്റ് ഇരിക്കുക, അല്ലെ 1/2 മിനിറ്റ് ഇരിക്കുക. അപ്പം ചുവന്ന പ്രകാശം സങ്കല്പിക്കുന്നതും 1/2 മിനിറ്റ് 1 മിനിറ്റോ മതി. ചുവന്ന പ്രകാശം ഇല്ലാതെ വെറുതെ ഉച്ചിയുടെ മധ്യത്തിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുന്നതും ഒരു ചിന്തയിലായിരിക്കുന്നതും 1/2 മിനിറ്റോ 1 മിനിറ്റോ മതി. മൊത്തം ഒരു 3 മിനിറ്റ് അല്ലെ 2.5 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. കാരണം നമശിവായ ശ്രീം ശ്രീം 1 തവണ ജപിച്ചാൽ മതി വാഗൊണ്ട്. നിത്യേന ചെയ്യുക, എന്തും ഭഗവാൻ സാധിച്ചുള്ളൂ. ഇനിയും നിങ്ങളുടെ ആവശ്യം ഹൃദയത്തിൽ ഭഗവാനെ ശിവലിംഗം ധ്യാനിച്ച് പറഞ്ഞില്ലേ പോലും ബാക്കിയുള്ള നമശിവായ ശ്രീം 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 വാഗൊണ്ട് ജപിച്ച് ഉച്ചിയിൽ ശിവലിംഗം ധ്യാനിച്ച് ജപിച്ച ശേഷം ഉച്ചിയിൽ ശിവലിംഗം ധ്യാനിച്ച് അവിടെ 1 മിനിറ്റോ 1/2 മിനിറ്റോ ധ്യാനിച്ച ശേഷം വീണ്ടും ചുവന്ന പ്രകാശം ധ്യാനിച്ച് ശിവലിംഗമില്ലാതെ ചുവന്ന പ്രകാശം ധ്യാനിച്ച് 1/2 മിനിറ്റോ 1 മിനിറ്റോ ധ്യാനിച്ച ശേഷം വീണ്ടും ചുവന്ന പ്രകാശം ഒന്നുമില്ലാതെ വെറുതെ ഉച്ചയുടെ മധ്യത്തിൽ മനസ്സ് ശ്രദ്ധിച്ച് ഒരു ചിന്തയില്ലാതെ 1/2 മിനിറ്റ് 1 മിനിറ്റ് ഇരുന്ന് മാത്രം തന്നെ ഒരാഗ്രഹവും പറഞ്ഞില്ലേ പോലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഭഗവാൻ നടത്തി തരും. ഒരു ദിവസം ചെയ്തുകൊണ്ടൊന്നുമല്ല, നിത്യേന ചെയ്യുക, ഭഗവാനെ വിശ്വസിക്കുക. അത്ഭുതകരമായ കാര്യമാണ്. ഓം ചേർക്കണ്ട, നമശിവായ ശ്രീം 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 എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നമശിവായ കഴിഞ്ഞ് 3 ശ്രീം
അതാ പറഞ്ഞിരിക്കുന്നത്. ഓം ചേർക്കണ്ട, പറയുന്നതിൻ്റെ അപ്പുറം ചെയ്യരുത്. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഇത് ചെയ്തവർക്ക് അത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, അല്ലെ അവർ വീട് ഭൂമി ഇതൊക്കെ ഉണ്ടായവരുണ്ട്. അത് ഒരു തവണ ചെയ്തുകൊണ്ടല്ല, നിത്യേന ചെയ്ത് ജീവിതത്തിൽ രക്ഷപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ഇനിയും പറയാൻ പോകുന്നത് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനാണ്. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി ഒരു കുടം വെണ്ണ നടക്കി വെക്കുക. വ്യാഴാഴ്ച നിങ്ങളുടെ കാര്യം പറഞ്ഞു. ഇത് ഒരു തവണ ചെയ്തുകൊണ്ടൊന്നും ചിലപ്പം കാര്യം നടക്കണമെന്നില്ല. പക്ഷെ ഇത് വ്യാഴാഴ്ചകൾ, മാസത്തിൽ ഒരു വ്യാഴാഴ്ച പോലും ആവർത്തിച്ചാൽ ഭഗവാൻ ആഗ്രഹിക്കുന്നതെല്ലാം നൽകും. ഞാൻ പറഞ്ഞു തന്നെ ചെയ്ത് ഒരുപാട് ആളുകളുണ്ട്. സ്ഥലം വാങ്ങിയവരെ, വീട് വെച്ചവരെ, നടക്കാത്ത കാര്യങ്ങൾ നടത്തി ഒരുപാട് ആളുകളുണ്ട്. വ്യാഴാഴ്ച രാവിലെ ഒരു കുടം വെണ്ണ 100 രൂപയൊക്കെ ആകത്തുള്ളൂ. നിങ്ങളുടെ കാര്യം പറഞ്ഞ് അവിടെ ഭഗവാന്റെ നേരെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് വെണ്ണ മാറ്റിയേ വെക്കുന്നത്. നിങ്ങൾ വെണ്ണ കൈപ്പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് മാറ്റി വെക്കുക. ഭഗവാനെ വിശ്വസിക്കുക. പിന്നെ അവിടെ ഗുരുവായൂർ നടയുണ്ട്, അവിടെ ഒരു ചില്ലറ ദക്ഷിണ ഇടുക. ഇത് നിങ്ങൾ മാസത്തിൽ ഒരു വ്യാഴാഴ്ചയാണെങ്കിൽ പോലും ഭഗവാനെ വിശ്വസിക്കണം. ഇങ്ങനെ പല വ്യാഴാഴ്ച ചെയ്യണം. അത് ആവർത്തിച്ചവർക്ക് എന്തു കാര്യവും നടത്തി കൊടുത്ത അനുഭവമുണ്ട്. ഞാനീ പറയുന്ന സത്യമായിട്ട് ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത്. ഒരുപാട് അനുഭവമുണ്ട്. പക്ഷെ അത് എത്ര തവണ എന്നുള്ളത് ഭഗവാനാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ആവർത്തിക്കുക എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ളൂ. ഭഗവാനെ വിശ്വസിക്കാൻ കൂടെ വേണം. ഒരുപാട് അനുഭവമുണ്ട്. പിന്നെ പുത്തൻകാവിലമ്മയ്ക്ക്, എനിക്ക് അമ്മയെക്കുറിച്ച് പറയാൻ, ഞാൻ പറയുന്നതിന് എത്രയോ അപ്പുറത്തുള്ള ശക്തിയാണ് അമ്മ. ഇതിൽ എന്നെക്കൊണ്ടാകുന്ന പോലെ ഞാൻ പറഞ്ഞുതരാം. പുത്തൻകാവമ്പലം ഒരുപാടുണ്ട്. ഞാൻ പറയുന്നത് നാലുകോടി, ചങ്ങനാശ്ശേരിയിൽ അടുത്ത നാലുകോടി എന്ന എൻ്റെ ഓഫീസിൻ്റെ അടുത്തുള്ള പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ചാണ്. വായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം. അത് എൻ്റെ ഓഫീസ് 4 കോടിയാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ, അല്ലെങ്കിൽ തിരുവല്ലയിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ, 4 കോടി. ആ 4 കോടിയുടെ അടുത്തുള്ള പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രമാണ്. ഇത് ഞാൻ പറയുന്നത് ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത്. കാരണം എന്തെങ്കിലും അനുഭവം ഉണ്ടെന്ന് കൂട്ടിക്കും. അമ്മയുടെ നടയ്ക്ക് നേരെ നിന്ന് നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ അമ്മയെ നടത്തി തന്നിരിക്കും. അമ്മയ്ക്ക് ഒരു 6 നാഴി പായസം കൂടെ നേരുക. വീട് വാങ്ങാനോ വീട് വിൽക്കാനോ ഗൾഫിൽ പോകാനോ എന്ത് കാര്യവും ആ നടയ്ക്ക് നേരെ നിന്ന്. കാരണം ഞാനിത് പറയാൻ കാര്യം, ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് എനിക്കത് ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ച ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത് ചെയ്ത വ്യക്തികളുടെ ഒരുപാട് ജീവിതങ്ങൾ അറിയാം. 1 അല്ല 10 അല്ല 100 അല്ല, ഒരുപാട് നടക്കാത്ത കാര്യങ്ങൾ. അതായത് അത്ഭുതകരമായിട്ട് അസംഭവ്യങ്ങൾ അമ്മ സംഭവമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. വെള്ളിയാഴ്ച നല്ലതാണ്, വ്യാഴാഴ്ച നല്ലതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ദേവിക്ക് വ്യാഴാഴ്ച എന്നാ പ്രാധാന്യം, വിഷ്ണു നല്ലതെന്ന്. അതൊന്നുമല്ല. ദേവിക്ക് വെള്ളിയാഴ്ച നല്ലതുമാണ്. വ്യാഴാഴ്ചയും ദേവിക്ക് ചില കാര്യങ്ങൾ നടക്കും. വെള്ളിയാഴ്ചയും നടക്കും. നമ്മൾ ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ചാൽ അച്ചട്ട വ്യാഴം വെള്ളി. പിന്നെ ദേവീ പ്രതീകരങ്ങളായ ചൊവ്വ ഇതൊക്കെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു തരുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം. വെള്ളിയാഴ്ച അമ്മയുടെ നേരെ നിന്ന് പ്രാർത്ഥിച്ചാലും നടക്കും, വ്യാഴാഴ്ച പ്രാർത്ഥിച്ചാലും നടക്കും. വെള്ളിയാഴ്ച ഒരു കാര്യം പ്രാർത്ഥിച്ചിട്ട് നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വ്യാഴാഴ്ച ഒന്ന് പ്രാർത്ഥിച്ച് നോക്കുക. കാര്യം നിങ്ങളുടെ മനസ്സമ്മയെ ചൊല്ലണം. എന്നിട്ട് നിങ്ങൾ എത്ര അനുഭവങ്ങളാണെന്നറിയോ, അത്രയും കാര്യങ്ങൾ നടന്ന അനുഭവങ്ങൾ. ഇതാരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല, ഒരാളും പറഞ്ഞു തരത്തില്ല. ഞാൻ പറഞ്ഞു തരുന്നത് അതുപോലെ അനുഭവങ്ങളുള്ളതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ എൻ്റെ കൈകൾ ശുദ്ധമായിരിക്കും. എനിക്ക് എൻ്റെ പ്രവൃത്തി ശുദ്ധമായിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. എനിക്കൊന്നുമില്ല കൊണ്ടുപോകാൻ. എൻ്റെ ആ ഈശ്വരബോധം മാത്രമേ ഉള്ളൂ. ബാക്കി നിങ്ങൾക്ക് പറഞ്ഞു തന്ന നന്മ, അത് ഞാൻ ഒന്നിനും വേണ്ടി പറഞ്ഞു തരുന്നതല്ല, ഒരു പുണ്യത്തിനും വേണ്ടിയല്ല, അത് ഈശ്വരനെ സങ്കല്പിച്ച് പറഞ്ഞു തരുന്നതാണ്. പിന്നെ ഈശ്വരബോധം മാത്രമേ ഉള്ളൂ. എല്ലാം സത്യസന്ധമായ കാര്യങ്ങളാണ്. അപ്പോൾ അമ്മയെ ഞാനീ പറഞ്ഞ പോലെ അമ്മയ്ക്ക് ഇഷ്ടം 6 നാഴി പായസമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരാം. ഓട്ടുവിളക്ക് നേർന്നാലും കാര്യം തുടങ്ങും. അമ്മയുടെ നടയ്ക്ക് നേരെ നിന്ന് അതുപോലെ ലയിച്ച് പ്രാർത്ഥിച്ചാൽ എന്തും, എനിത്തിങ്.
ഞാൻ വെറുതെ പറയത്തില്ലെന്ന് അറിയാമല്ലോ, ഒരുപാട് അനുഭവമുണ്ട്, നടക്കാത്ത കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വീഡിയോയ്ക്ക് ലക്ഷങ്ങളെക്കാട്ടിയും വിലയുണ്ടെന്ന് പറഞ്ഞ കാര്യം. ജീവിതം തിരിച്ചു പിടിച്ച ആളുകളുണ്ട്, സ്ഥലം വാങ്ങിയവരുണ്ട്, സ്ഥലം വിറ്റവരുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുത്തവരുണ്ട്, ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരുണ്ട്, കൈവിട്ടു പോയ ജീവിതം തിരിച്ചു പിടിച്ചവരുണ്ട്. എന്തിനേറെ അസംഭവമായ കാര്യങ്ങൾ എത്രയോ അമ്മ നടത്തിയിരിക്കുന്നു, നടക്കാത്ത കാര്യങ്ങൾ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ ചെയ്യണ്ട. എന്നാൽ സത്യസന്ധമായിട്ട് എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യമാണ് പറഞ്ഞത്, മനസ്സിലായല്ലോ. പിന്നെ ഇനിയും പറയാൻ പോകുന്ന ശ്രദ്ധിച്ചു കേട്ടോണം. നിങ്ങളുടെ കുടുംബ ദേവതയ്ക്ക് നിങ്ങൾ എവിടെ ഇരുന്നുകൊണ്ടാണേലും കുടുംബക്ഷേത്രം അറിയാമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കൈയും കാലും മുഖം നനച്ചിട്ട് കുളിമുറി നിന്നോ അല്ലാതെ നിന്നോ എവിടെ നിന്നോ സ്വസ്ഥമായിട്ട് ആരും ശല്യപ്പെടുത്താത്ത രീതിയിൽ നിന്ന് ഒരു ഓട്ടുവിളക്ക് നേരുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം നടക്കാനുണ്ടെങ്കിൽ നടന്നു കഴിയുമ്പം ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങൾ നേരുന്ന സമയത്ത് നിങ്ങളെ ആരും ശല്യപ്പെടുത്തരുത്. അതുകൊണ്ട് ആ കുളിമുറി നിന്ന് കഥ അടച്ച് നേരാൻ പറയുന്നത്, അല്ലെങ്കിൽ മുറി നിന്ന് കഥ അടച്ച് നേരുക. ആ സമയത്ത് നിങ്ങളുടെ മനസ്സിലൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകരുത്, അതാ വേറെ കാര്യമൊന്നുമില്ല. കൈയും കൽമുഖം കഴുകിയിട്ട് ഒരു ഓട്ടുവിളക്ക്, അമ്മ കുടുംബദേവതയെ മനസ്സിൽ കണ്ടിട്ട് ഒരു ഓട്ടുവിളക്ക് ഏതെങ്കിലും കാര്യം നടക്കാൻ വേണ്ടി നേരുക. നടന്നിരിക്കും, എന്നിട്ട് ഓട്ടുവിളക്ക് പോയി അവിടെ വെക്കണം. 5 തിരിയിട്ട് നെയ്യ് ഒഴിച്ച് കത്തിച്ച് വെക്കുക. അത്ഭുതമായ കാര്യമാണ്. വലിയ കാര്യങ്ങൾ വരെ നേടിയെടുക്കാം. സ്ഥലം വാങ്ങാൻ, സ്ഥലം വിൽക്കാൻ, വീട് വിൽക്കാൻ, വീട് വാങ്ങാൻ, ഗൾഫിൽ പോകാൻ, ജോലിക്ക്, പ്രമോഷന്, എവരിത്തിങ്. നിങ്ങൾ മനസ്സമ്മേ ചെല്ലണം. ആ ഒരൊറ്റ സെക്കൻഡ് മനസ്സ് അമ്മയിൽ ആ ഒരു നിമിഷം അങ്ങ് ചെല്ലണം. മനസ്സതുപോലെ ശുദ്ധമായിട്ടൊരു നിഷ്കളങ്കമായ മനസ്സോടുകൂടി ആ ഒറ്റ സെക്കൻഡിനുള്ളിൽ ദേവിയിൽ മനസ്സ് ചെല്ലണം. സത്യമാണ് പറയുന്നത് കേട്ടോ, സത്യമാണ് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തവരുണ്ട്. ഞാൻ വീണ്ടും പറയുന്നത്, അതുകൊണ്ടാണ് ഈ വീഡിയോയ്ക്ക് ലക്ഷങ്ങളെക്കാട്ടി വിലയുണ്ടെന്ന് പറയുന്നത്. ഈ 15-20 മിനിറ്റ്, ചിലപ്പോൾ 12-15-20 മിനിറ്റൊക്കെ ആയിരിക്കും, എനിക്കറിയത്തില്ല എത്ര മിനിറ്റ് ആകുമെന്ന്, അത് തീരുമ്പോഴേ അറിയത്തു. പക്ഷെ അതിന് ലക്ഷങ്ങളെക്കാട്ടി വിലയുണ്ട് ഈ വീഡിയോയ്ക്ക്. അതുപോലെ നിങ്ങളുടെ അടുത്ത ക്ഷേത്രം, ഏത് ക്ഷേത്രം ആയിക്കോട്ടെ, ആ ക്ഷേത്രത്തിൽ പോയി ആ ദേവതയുടെ മുന്നിൽ നിന്നുകൊണ്ട് വേറൊരു ചിന്തയില്ലാതെ ശുദ്ധമായ മനസ്സോടുകൂടി നിങ്ങൾക്ക് ഏത് കാര്യം നേടാനുണ്ടെങ്കിലും ഒരു ഓട്ടുവിളക്ക് സമർപ്പിച്ചേക്കാന്ന് പറയുക. പക്ഷെ അത് പറയുമ്പോൾ അങ്ങ് ലയിച്ച ദേവതയെ മനസ്സ് ചെല്ലണം. ഒരു സെക്കൻഡിനുള്ളിൽ അത് സംഭവിക്കണം. ഒരു സെക്കൻഡിനുള്ളിൽ ആ മനസ്സങ്ങ് ചെന്ന് ആ നേരണം. പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കരുത്, ആ കാര്യം നടന്നിരിക്കും. നിങ്ങൾക്ക് വിശ്വാസത്തോടെ ചെയ്യണം, അല്ലെങ്കിൽ ഒരു കാര്യമില്ല. ഏത് കാര്യം നേടിയെടുക്കാം. വീട് വിൽക്കാനോ വീട് വാങ്ങാനോ സ്ഥലം വാങ്ങാനോ, ഇത് ലക്ഷങ്ങളുടെ വരെ ജീവിതത്തിൽ നടക്കാത്ത കാര്യങ്ങൾ നേടിയെടുക്കും. ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുണ്ടോ നല്ലൊരു വീട്, നല്ലൊരു ഭൂമി. അല്ലെ ചിലർക്ക് വീട് വിൽക്കേണ്ട ആവശ്യമുണ്ട്, ചിലർക്ക് വാങ്ങേണ്ട ആവശ്യമുണ്ട്, ചിലർക്ക് തൊഴിലുണ്ട്. ഇതൊക്കെയല്ലേ ആവശ്യം. പ്രധാന വലിയ കാര്യങ്ങൾ അതൊക്കെയാണ്, വലിയ കാര്യങ്ങൾ. അല്ലെ എന്തും ആയിക്കോട്ടെ, എന്ത് കാര്യം നേടിയെടുക്കാം. എന്നിട്ട് അത് പോയി അവിടെ ചെയ്തേക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിലെ ദേവതയ്ക്ക് നിങ്ങൾ ഈ ചെയ്യുന്നതോടൊപ്പം 1 രൂപ നാണയം കയ്യിലെടുത്ത് അവിടുത്തെ നാഗരാജാവിൻ്റെ മുന്നിൽ നിന്ന് വെച്ച് നിങ്ങൾക്ക് നടക്കേണ്ട കാര്യം എന്താണെന്ന് പറയുക. ഇത് നടത്തി തരണമെന്ന് പറയുക. വലത് കൈ പിടിച്ച് ചുരുട്ടി, എന്നിട്ട് നാഗരാജാവിൻ്റെ മുന്നിൽ എന്ന് പറഞ്ഞാൽ അകത്തോട്ടല്ല, പടിക്കട്ടയിലോ വയ്ക്കുക. ആ പടിക്കട്ടയിലോട്ട് വയ്ക്കുക. അല്ലെ കാണിക്കാണ്ട് അവിടെ ഇടുക, അല്ലെ പടിക്കട്ട വയ്ക്കുക. എന്നിട്ട് തിരിഞ്ഞു നോക്കാതെ പോരുക. അവിടെ വിശ്വാസത്തോടെ ചെയ്താൽ നാഗരാജാവ് കാര്യം നടത്തിയിരിക്കും. എത്ര വലിയ കാര്യമാണെങ്കിലും. ചിട്ടി അടിക്കുന്നവരുണ്ട്, ലോൺ കിട്ടുന്നവരുണ്ട്, വീട് വാങ്ങുന്നവരുണ്ട്, വീട് വിൽക്കുന്നവരുണ്ട്. എവരിത്തിങ് വിശ്വസിക്കണം. നാഗരാജാവിനെ വിശ്വസിക്കണം. ഒരു മന്ത്രവും ജപിക്കണ്ട. നാഗരാജാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി. മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി, വാഗോണ്ട് പ്രാർത്ഥിക്കണ്ട. ആ കാര്യം നടന്നിരിക്കും. ഒരുപാട് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാനീ പറയുന്നത് കേട്ടോ. ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്ത, വർഷങ്ങളായിട്ട് നടക്കാത്ത, എന്തൊക്കെ ചെയ്തിട്ട് നടക്കാത്ത കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നേടിയെടുത്ത 1 അല്ല 10 അല്ല 100 അല്ല എത്രയോ ആയിരക്കണക്കിന് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഞാൻ കേവലം ഒരു വീഡിയോ മാത്രം ഇടുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ ആളുകളുടെ കൈരേഖ, ഗ്രഹനില, ഹസ്തരേഖ നോക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അത് ചെയ്ത് അവരുടെ മാറ്റം ഉണ്ടായി ജീവിതം നേടിയതിൻ്റെ അനുഭവത്തിൽ പറയുന്നതാണ് ഈ കാര്യങ്ങൾ. അങ്ങനെ ഒരാൾക്ക് നിങ്ങൾക്ക് ജീവിതം മാറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാൻ പറ്റും. അല്ലാതെ ജസ്റ്റ് വീഡിയോ മാത്രമായിട്ട് ഇടുന്ന, ഇപ്പം
ഞാൻ വീഡിയോ മാത്രമായിട്ട് ഇടുന്ന ഒരാളാണെങ്കിൽ എനിക്ക് അനുഭവമില്ല. എനിക്ക് അനുഭവമുള്ള ആളാണ്. ഞാൻ വീഡിയോ മാത്രമായിട്ട് ഇടുന്ന ആളല്ല. ഞാൻ ആളുകളുടെ പരിശോധിച്ച് ഗ്രഹനിലയും കൈരേഖയും സംഖ്യാജ്യോതിഷവും DNA അസ്ട്രോളജി എല്ലാം വെച്ച് പരിശോധിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ 1 10 100 1000 എത്രയോ ഉണ്ടായ ശേഷം ആ ആവർത്തിക്കുന്ന അനുഭവങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞത്. അത് നിങ്ങളുടെ ജീവിതം മാറ്റും. അല്ല പുസ്തകത്തിൽ കാണുന്ന കാര്യമോ അവിടെ കാണുന്ന കാര്യമോ ഇവിടെ കാണുന്ന കാര്യമോ വീഡിയോയ്ക്ക് വേണ്ടിയോ നോക്കാത്ത വീഡിയോയ്ക്ക് വേണ്ടി മാത്രം കാര്യങ്ങൾ പറഞ്ഞാലോ അതിൻ്റെ അകത്ത് അനുഭവം വരത്തില്ല. ഒരാൾക്ക് നിങ്ങളെ ഒരു ശരിയായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു തരണേ അത് അനുഭവമുള്ള ആൾക്കേ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അല്ലാതെ പറഞ്ഞു തരുന്നത് പുസ്തകം വായിച്ചിട്ട് വേണം പറഞ്ഞു തരാം, അവിടെ കേൾക്കുന്ന കാര്യം പറയും, ഇവിടെ കേൾക്കുന്ന കാര്യം പറഞ്ഞു തരാം. അതിലൊന്നും അനുഭവമില്ല. അത് ജീവിതം മാറ്റത്തില്ല. ഒരു ഗുരു ആചാര്യൻ തമ്മിലുള്ള വ്യത്യാസം എന്താ? ആചാര്യൻ അവിടെ ഇവിടെയും പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ചു തരുന്നു, സംസാരിക്കുന്നു ആചാര്യൻ. ഗുരു അതല്ല. ഗുരു തപസ്സിലൂടെ ജ്ഞാനത്തെ അനുഭവിച്ച് ആണ് ഗുരു. ആ ഗുരുവിന് ഒരാളുടെ ജീവിതം മാറ്റാൻ പറ്റും. കാരണം ഗുരുവിൻ്റെ ഉള്ളിലെ ആ അനുഭവമാണ് പറഞ്ഞു തരുന്നത്, അല്ലെ ആ ശക്തിയും കൂടാണ് നമുക്ക് അനുഗ്രഹമായിട്ട് തരുന്നത്. ആചാര്യൻ പഠിച്ച കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അതാണ് ഗുരു എന്ന് പറഞ്ഞാൽ. തപസ്സിലൂടെ, ജ്ഞാനത്തിലൂടെ, അനുഭവത്തിലൂടെ അറിഞ്ഞവനാണ് ഗുരു. അതാണ് ഗുരു ആചാര്യൻ തമ്മിലുള്ള വ്യത്യാസം. ഗുരുവിന് പകരം വെക്കാൻ ഈ പ്രപഞ്ചത്തിൽ യാതൊന്നുമില്ല. ഗുരു എന്ന് പറഞ്ഞാൽ സദ്ഗുരുവിൻ്റെ കാര്യം പറയുന്നതെന്ന് വെച്ചാൽ സത്യമായിട്ടുള്ള ഗുരു, സത്യം പാലിക്കുന്ന ഗുരു എന്ന് വെച്ചാൽ നല്ല ഡ്രസ്സെല്ലാം ഇട്ടു അടിച്ചു പൊളിച്ച് അല്ലെങ്കിൽ വലിയ ഈവൻറ്റ് മാനേജ്മെൻറ്റ് പോലെ ഇരിക്കുമെന്നല്ല പറഞ്ഞ സത്യഗുരു എന്ന് വെച്ചാൽ നിങ്ങളെ ചൂഷണം ചെയ്യാത്ത, നിങ്ങളുടെ 1 രൂപയുടെ ആവശ്യമില്ലാത്ത അങ്ങനെയുള്ള ഗുരുക്കന്മാരുണ്ട്. അങ്ങനെയുള്ള ഗുരുവിൻ്റെ കാര്യമാണ്. അപ്പം ഗുരു അനുഭവത്തിൽ നിന്ന് പറഞ്ഞു തരുന്ന, അനുഭവത്തിലൂടെ പറഞ്ഞു തരുന്നതുകൊണ്ടാണ് ഗുരുവിൻ്റെ നിന്ന് വിദ്യ കിട്ടിയാൽ പാലിക്കുന്നത്. ഗുരുവിൻ്റെ നിന്ന് വിദ്യ നേടണമെന്ന് പറയുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞ പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ്. എത്രയോ ആളുകളുടെ ജീവിതം മാറിയ അനുഭവത്തിൽ നിന്നാണ്. അതിന് ജീവിതം മാറ്റാൻ പറ്റും ശരിയായിട്ട് ചെയ്താൽ, ശരിയായിട്ട് മനസ്സിലാക്കിയാൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മനസ്സിലാക്കിയിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തിട്ടോ വെപ്രാളം പിടിച്ച് ചെയ്തിട്ടോ മനസ്സാ ദേവതയെ ചെന്നില്ലല്ലോ, അങ്ങനെയുള്ളവർ ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നത് ഒരു കാര്യമില്ല. ശരിയായിട്ട് ചെയ്താൽ ആ റിസൾട്ട് കിട്ടും. ശരിയായിട്ട് ചെയ്തില്ലെങ്കിൽ വെറുതെ സമയം കളയാനുള്ളൂ. അങ്ങനെയുള്ളവരോട് വേറെ പണി നോക്കാൻ ഞാൻ പറയും, അങ്ങനെ ചെയ്യണ്ടെന്ന് പറയും. ഞാൻ ആദ്യം പറയും നിങ്ങൾക്ക് നല്ല കാര്യങ്ങളാണ്, അത് നിങ്ങളുടെ മനസ്സ് അവിടെ ചെല്ലണം. മനസ്സ് ആ ദേവതയെ ചൊല്ലണം. അതിന് ശുദ്ധമായൊരു മനസ്സുണ്ടാകണം. അതിന് ഈ മറ്റുള്ളവരെ വഞ്ചിക്കുക, കളിപ്പിക്കുക, അല്ലെങ്കിൽ കുശുമ്പയ, കുന്നായ്മ, ഏഷണി ഇതൊന്നുമുള്ള മനസ്സൊന്നും ശുദ്ധ മനസ്സല്ല. അതോടുകൂടി എന്ത് ചെയ്താലും അത് ഫലിക്കണമെന്നില്ല. മനസ്സിലൊരു നന്മ വേണം, ആ ഈശ്വരനോടുള്ള ഭക്തി വേണം, മനസ്സ് ആ ദേവതയെ ചൊല്ലണം. അപ്പോഴാണ് നമുക്ക് ഫലം ഉണ്ടാകുന്നത്. അതും പലതവണ ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. നല്ല കാര്യങ്ങളുണ്ട് നല്ലതേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാനീ പറഞ്ഞു വന്ന കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞത്. ഇതെല്ലാം ഈശ്വരീയമായ കാര്യങ്ങളാണ്. എല്ലാത്തിനും ഈശ്വരന് നന്ദി. ഈ നിമിഷത്തിന് ഈശ്വരന് നന്ദി. നിങ്ങളെല്ലാം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ശിവശിവ.